10 വർഷത്തിനിടെ ആയുധ കയറ്റുമതിയിൽ രാജ്യം കൈവരിച്ചത് അഭിമാന നേട്ടം. നിലവിൽ രാജ്യം സൈനികോത്പന്ന കയറ്റുമതിയിൽ 30 മടങ്ങ് വർധനവാണ് കൈവരിച്ചത്. സൈനികോത്പന്ന കയറ്റുമതി രംഗത്ത് കുതിപ്പ് തുടരുകയാണ് നമ്മുടെ രാജ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഒന്നാം പാദത്തേക്കാൾ 78% വർധനമാണ് ഈ വർഷം ഒന്നാം പാദത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ നേടിയിരിക്കുന്നത്. 90ഓളം രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ഇന്ത്യ കയറ്റുമതി നടത്തുന്നത്. ആഗോളതലത്തിൽ 2 യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല രാജ്യങ്ങളും തങ്ങളുടെ ആയുധ സമ്പത്ത് കൂട്ടുന്നതിന്റെ തിരക്കിലാണ്. ഈയൊരാവശ്യം നല്ല രീതിയിൽ വാണിജ്യവൽക്കരിക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. കയറ്റുമതി തീരുവയിലും ലൈസൻസ് സംബന്ധിച്ച മറ്റ് വിഷയങ്ങളിലും കണിശമായ നിലപാടുകൾ സ്വീകരിക്കാത്തതിനാൽ തന്നെ വൻകിട രാജ്യങ്ങൾ വരെ സൈനികോത്പന്നങ്ങൾക്കായി രാജ്യത്തെ സമീപിക്കുന്നുണ്ട്. ഇതിൽ മുൻനിരയിലുള്ളത് അമേരിക്കയാണ്. ഇന്ത്യൻ സൈനികോത്പന്ന കയറ്റുമതിയുടെ 50% അമേരിക്കയിലേക്കാണ്. ആഗോള വിതരണ ശൃംഖലയുടെ ഉത്തേജനത്തിനായി ഇന്ത്യ സ്വീകരിക്കുന്ന പല തീരുമാനങ്ങളും അമേരിക്കയുടെയും കൂടി പിന്തുണയോടെയാണെന്നതാണ് പ്രധാന കാരണം. അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് നിരവധി പദ്ധതികളാണ് ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങും ടാറ്റയും ചേർന്ന് ആരംഭിച്ച ടാറ്റ ബോയിങ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന കമ്പനി ഈ ഒരു മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആഗോളതല ആയുധ കയറ്റുമതി ഇന്ത്യക്ക് എത്രത്തോളം നന്നായി വഴങ്ങുമെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രാജ്യം അവസാനമായി ഫിലിപ്പീൻസുമായും അർമേനിയയുമായും ഒപ്പുവെച്ച ആയുധ കരാറുകൾ. 2025ഓടെ ആയുധ കയറ്റുമതിയിൽ 1.75 ലക്ഷം കോടിയുടെ വിറ്റുവരവാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പ്രതിരോധ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ 21,000 കോടിയിലധികം വിറ്റുവരവ് നേടാനും രാജ്യത്തിന് കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.